ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഫാബ്രിക് പെയിന്റ് ആണ് കണ്ടത്. ഒരു കോട്ടൺ ടോപ്പിൽ ഫാബ്രിക് പെയിന്റ് ചെയ്ത് കണ്ടു. അപ്പോൾ എല്ലാവർക്കും കുറേ ഡൗട്ട്സ് ഉണ്ട് ഫാബ്രിക് പെയിന്റിനെ പറ്റി. അക്രിലിക് പെയിന്റ് തന്നെയാണോ ഫാബ്രിക് പെയിന്റ് എന്ന്? അക്രിലിക് പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ പൊളിഞ്ഞു പോകുമോ എന്ന് കുറേ പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. അക്രിലിക് പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഞാൻ സോപ്പിട്ട് മുറുക്കെ ഇത് ചെയ്താൽ പോലും അത് ഊരിപ്പോരത്തില്ല. പിന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. ചില മെറ്റീരിയലിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊളിഞ്ഞു പോകും. സ്റ്റാർച്ച് കൂടിയ മെറ്റീരിയലിൽ സ്റ്റാർച്ച് കളയാണ്ട് പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വാഷ് ചെയ്യുമ്പം ആദ്യത്തെ വാഷിൽ തന്നെ ചിലപ്പോൾ അത് എല്ലാ മെറ്റീരിയലും ഇല്ല, ഒത്തിരി സ്റ്റാർച്ച് കൂടിയ മെറ്റീരിയലിനെ മാത്രമേ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ കുറേ പേര് ഡൗട്ട് ചോദിച്ചേക്കുന്നതാണ് എല്ലാ മെറ്റീരിയലിലും ഫാബ്രിക് പെയിന്റ് ചെയ്യാമോ എന്ന്. എല്ലാ മെറ്റീരിയലിലും തന്നെ ഓൾമോസ്റ്റ് ഞാൻ ചെയ്തേക്കുന്നത് പ്യുവർ സിൽക്കില്, കോട്ടണില്, പിന്നെ ഓർഗൻസ അങ്ങനത്തെ മെറ്റീരിയലൊക്കെ ചെയ്തിട്ട് ഇതുവരെ എനിക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാ ഇതിലും ചെയ്യാം എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റാർച്ച് ഒത്തിരി ഉള്ള മെറ്റീരിയൽസിലാണെങ്കിൽ സ്റ്റാർച്ച് കളഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആ ബോട്ടിലിൽ തന്നെ എഴുതിയിട്ടുണ്ട് സ്റ്റാർച്ച് റിമൂവ് ചെയ്തിട്ടാണ് പെയിന്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ഞാൻ ചെയ്തേക്കുന്ന ഒരു മെറ്റീരിയൽ ഞാൻ സ്റ്റാർച്ച് കളഞ്ഞിട്ടല്ല ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇതുവരെ ഒരു പ്രോബ്ലം ആരും പറഞ്ഞിട്ടില്ല എന്നോട്. ഞാനും എൻ്റെ കയ്യിൽ ചെയ്തിട്ട് എനിക്കും ഒരു കുഴപ്പം കിട്ടിയിട്ടില്ല ഇതുവരെ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ബെഡ്ഷീറ്റ് ആണ്. ബെഡ്ഷീറ്റ് അല്ല, ഒരു ബെഡ് സ്പ്രെഡ് ആണ്. ബെഡ് സ്പ്രെഡിൽ ഇത്തിരി ഹെവി വർക്ക് ആയിട്ടുള്ള ഒരു ബെഡ് സ്പ്രെഡ് ആണ്. അപ്പൊ ബെഡ് സ്പ്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെഡ്ഷീറ്റിന് മേളിൽ വെറുതെ ഡെക്കറേഷൻ ആയിട്ട് ഒന്ന് വിരിച്ചിടുന്ന ഒരു ഇതാണ്. അപ്പൊ അതിന് പില്ലോ കവർ വരുന്നില്ല, ഇങ്ങനെ ബാക്കി ഷീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, പില്ലോ കവേഴ്സ് ഉണ്ടാവില്ല. അപ്പൊ അതിൻ്റെ നല്ലവണ്ണം വർക്കൊക്കെ ചെയ്ത് നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. കുറെ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് ബെഡ്ഷീറ്റ് മേടിക്കുന്നതെന്ന്. അപ്പൊ ഞാൻ 5-6 വട്ടം ആമസോണിൽ നിന്ന് ബെഡ്ഷീറ്റ് മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഇതുവരെ കിട്ടിയേക്കുന്നതെല്ലാം നല്ല പ്രോഡക്ട്സുമാണ്, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഞാൻ മേടിക്കുന്നത് പ്യുവർ കോട്ടൺ ബെഡ്ഷീറ്റ്സ് ആണ് മേടിക്കുന്നത്. ആമസോണിൽ എനിക്ക് തോന്നുന്നത് 700+ മുതലുള്ള റേഞ്ചിലുള്ള ബെഡ്ഷീറ്റ്സ് അവൈലബിൾ ആണ്. കിങ് സൈസ് ബെഡ്ഷീറ്റ്സ് അവൈലബിൾ ആണ്, പ്ലെയിൻ ബെഡ്ഷീറ്റ്സ്. അപ്പം ഞാൻ മേടിച്ചതിൻ്റെ ബെഡ്ഷീറ്റ്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മേടിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ. അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിലാണെങ്കിൽ അടുത്തുള്ള ഏത് ലോക്കൽ ഷോപ്സ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് പ്ലെയിൻ ബെഡ്ഷീറ്റ്സ് മേടിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പ്യുവർ കോട്ടൺ മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. അതല്ലാത്ത വേറെ മെറ്റീരിയൽ ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് കോട്ടൺ ആണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കോട്ടൺ മാത്രമേ ബെഡ്ഷീറ്റ്സിന് പ്രിഫർ ചെയ്യാറുള്ളൂ. എല്ലാവരും ചോദിക്കുന്നത് ഏത് മെറ്റീരിയൽ മേടിക്കണമെന്ന്. ഞാൻ കോട്ടണേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് വേറെ മെറ്റീരിയൽ പറ്റി അറിയത്തില്ല ബെഡ്ഷീറ്റ്സിൻ്റെ. പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് ബെഡ്ഷീറ്റ് റണ്ണിങ് മെറ്റീരിയൽ ആയിട്ട് മേടിക്കുകയാണെങ്കിൽ എത്ര വീതി എന്തോരം മുറിച്ച് മേടിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല. ഞാൻ മേടിക്കുന്ന എല്ലാം ബെഡ്ഷീറ്റ് ആയിട്ട് വിത്ത് പില്ലോ കവർ ആയിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് അതിൻ്റെ ലെങ്ത്തും വിട്ടും പറയാൻ എനിക്ക് അറിയത്തില്ല. അത് ഓരോ ആൾക്കാരുടെ ബെഡിൻ്റെ സൈസ് പോലെ ഇരിക്കും. അപ്പോൾ അതെനിക്ക് അറിയത്തില്ല പറയാൻ. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇന്നത്തെ ബെഡ് സ്പ്രെഡ്. ഇതാ നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ബെഡ് സ്പ്രെഡ് ഇതാണ്. ഇത് ഒരു സ്ക്വയർ, നമുക്ക് കാണാമല്ലോ, ഒരു സ്ക്വയർ ഷേപ്പിലാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഫുള്ളും ഒരു ഇല പച്ചപ്പിന്റെ ഒരു ഇതാണ്. ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡ് ബെഡ്ഷീറ്റ് ആണ്. കോട്ടൺ ബെഡ് സ്പ്രെഡ് ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഡബിൾ ഷെയ്ഡ് ഗ്രീൻ ത്രെഡ് എടുത്താണ് യൂസ് ചെയ്തത്. ഡബിൾ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഷെയ്ഡ് ത്രെഡ് അല്ല യൂസ് ചെയ്തേക്കുന്നത്. 2 ഷെയ്ഡിലുള്ള ഗ്രീൻ കളർ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഒരു ഡാർക്ക് ഷെയ്ഡും ഒരു ലൈറ്റ് ഷെയ്ഡും ഗ്രീൻ കളർ ത്രെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലത്തെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 12 ഇഞ്ച് ഉണ്ട് ഒരു ഡിസൈൻ. അങ്ങനെ ഒരു സൈഡിൽ തന്നെ 4 ഡിസൈൻസ് ഉണ്ട്. അങ്ങനെ സ്ക്വയർ ഷേപ്പിൽ. അപ്പം നമുക്ക് ഏകദേശം ഒരു അളവ് കിട്ടുമല്ലോ. ഒരു സൈഡിൽ തന്നെ 4 ഡിസൈൻ ഉണ്ട്. അങ്ങനെ സ്ക്വയർ ഷേപ്പാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇതിന്റെ തയ്ക്കുന്നത് എല്ലാം 6 strands ആങ്കറിലെ ത്രെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം 6 strands യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇപ്പൊ 2 കളർ ഉള്ളത്, ഇപ്പം ലീഫിന് എപ്പോഴും ഗ്രീൻ ആണ്. ഇപ്പൊ ഗ്രീനിന്റെ തന്നെ 2 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തയ്ക്കുമ്പോൾ ഏത് ഷെയ്ഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഡബിൾ ഷെയ്ഡ് വേണമെങ്കിൽ ഒരു ഷെയ്ഡ് തന്നെ യൂസ് ചെയ്ത് തയ്ച്ചാലും നല്ല ഭംഗിയായിരിക്കും. കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ 2 ഷെയ്ഡുള്ള ത്രെഡ് ഇട്ട് തയ്ച്ചാലായിരിക്കും കുറച്ചും കൂടെ ഭംഗി. അപ്പൊ ഇതെങ്ങനെയാണ് തയ്ക്കണ്ടേ എന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പൊ ഇതെന്റെ ഈ ഒരു ഡിസൈനിന്റെ ബ്ലൂ പ്രിന്റ് കാണിക്കാൻ എൻ്റെ ഇല്ല ഇപ്പോൾ തൽക്കാലം. അപ്പം ഞാൻ ഇതിന്റെ സൂം ചെയ്തിട്ട് വെക്കാം. ഈ ഡിസൈൻ സൂം ചെയ്തിട്ട് കാണിക്കുന്നതായിരിക്കും ഈ വീഡിയോയുടെ അവസാനം. അപ്പൊ നിങ്ങൾ എല്ലാവരും സ്ക്രീൻഷോട്ട് ചെയ്തെടുത്തേച്ചാൽ മതി. ആവശ്യമുള്ളവർക്കൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്ക്കണേ എന്നൊന്ന് കണ്ടു നോക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ബെഡ് സ്പ്രെഡിലല്ല തയ്ക്കുന്നത്, ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ വൈറ്റ് ക്ലോത്തിലാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ ഡിസൈനത്തെ ഒരു കുഞ്ഞ് പോർഷനാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ആ ഡിസൈനിൽ കാണുന്ന പോലെ നടുക്കത്തെ ഈ ഒരു പെറ്റൽ ഫില്ല് ചെയ്തിട്ടില്ല, ഈ ഒരു ലീഫ് ഫില്ല് ചെയ്യുന്നില്ല, ഈ 2 ലീവ്സ് ഫില്ല് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഫില്ല് ചെയ്യാത്ത ലീഫ് ആദ്യം തയ്ക്കാം. അപ്പോൾ അത് തയ്ക്കുന്നത് എല്ലാം 6 strands ഇട്ടാണ് തയ്ക്കുന്നത്. അത് തയ്ക്കുന്നത് ഞാൻ ഡാർക്ക് ഗ്രീൻ കളർ ത്രെഡ് ഇട്ടിട്ടാണ് തയ്ക്കുന്നത്. ആങ്കറിൻ്റെ ത്രെഡ് 6 strands യൂസ് ചെയ്തിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ അത് നടുക്കത്തെ ഒരു ലീഫ് തയ്ക്കുന്നത് സ്റ്റെം സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് 6 strands വേണ്ട, അത്ര എടുത്ത് നിൽക്കണ്ട എന്നുണ്ടെങ്കിൽ 2 or 3 strands ഇട്ട് 2 strands ഇട്ടാൽ തീരെ കുഞ്ഞതായി പോവും, ഒട്ടും കാണാനില്ലാണ്ടാകും. അപ്പം അതിൽ 3 or 4 strands ഇട്ട് നമ്മൾ തയ്ച്ചാലും കുഴപ്പമുണ്ടാവില്ല. നമ്മൾ ആദ്യം തന്നെ ഇതിന് ഞാൻ ബെഡ്ഷീറ്റിൽ ബെഡ് സ്പ്രെഡിൽ കാണിച്ച പോലെ ഡബിൾ കളർ ത്രെഡ് ഇട്ട് തയ്ക്കുവാണെങ്കിലായിരിക്കും കുറച്ചും കൂടെ ഭംഗി. ഒരു കളർ ഇടുന്നേക്കാളും നല്ലത് എപ്പോഴും ഡബിൾ കളർ ഇട്ടാലാണ് കുറച്ചും കൂടെ ഭംഗി കിട്ടുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യണ്ട എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇതുവരെ കട്ടിയിൽ 6 strands ഇട്ടിട്ട് ഔട്ട്ലൈൻ മാത്രം തയ്ച്ചാലും ഈ ഡിസൈൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് നടുക്കത്തെ ഈ ഒരു ലീഫ് നമുക്ക് സ്റ്റെം സ്റ്റിച്ച് വെച്ച് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ 2 ലീഫും നമുക്ക് ഫില്ല് ചെയ്യാം. നീളം കൂടിയെടുക്കുമ്പം ഇങ്ങനെ ഒരു പ്രശ്നം വരും, എപ്പോഴും കെട്ടുകൂടാനുള്ള ഒരു ഇതുണ്ടാകും. അപ്പം ആദ്യമായിട്ട് തയ്ക്കുന്ന ആൾക്കാരൊക്കെ ഒത്തിരി നീളത്തിൽ ത്രെഡ് എടുക്കാണ്ട് കുറച്ച് നീളത്തിലെടുത്ത് ത്രെഡ് എടുത്ത് തയ്ച്ച് പഠിക്കുക, അല്ലെങ്കിൽ എപ്പോഴും പെട്ടെന്ന് കെട്ടുകൂടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ നടുക്കത്തെ ഒരു ലീഫ് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ സൈഡിലത്തെ ലീഫാണ് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സെൻറ്ററിൽ നിന്ന് എടുക്കുക. ആദ്യം നമ്മൾ സെൻറ്ററിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് ഈ ഒരു പോർഷനിൽ കുത്തിയെത്താത്തുക. എന്തോരം ലെങ്ത്ത് എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ലെങ്ത്ത് വേണമെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം, ഒത്തിരി കുറയ്ക്കരുത്, അത് ശരിയാവത്തില്ല. പിന്നെ സൈഡിൽ നിന്ന് നമ്മൾ ഈ ഒരു ഇതിൻ്റെ തൊട്ട് താഴത്തോട്ട് കുത്തുക. അങ്ങനെ നമ്മൾ ഈ ലീഫിൻ്റെ ഡിസൈൻ ഈ ഒരു സൈഡ് മുഴുവനും ഫില്ല് ചെയ്തെടുക്കണം. ലീഫിൻ്റെ ഷേപ്പിൽ ഡിസൈൻ വരച്ചേക്കണ ആ പോർഷനിൽ കുത്തിയെടുത്തിട്ട് സെൻറ്ററിലോട്ട് നേരത്തെ താത്തിയതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ താത്തണം. ഇങ്ങനെ ഈ ഒരു സൈഡ് മുഴുവൻ ഫില്ല് ചെയ്തെടുത്തിട്ട് വേറെ നമ്മൾ ഏത് കളറാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ ആ കളർ കൊണ്ട് അപ്പുറത്തെ സൈഡും ഇതുവരെ തന്നെ ഫില്ല് ചെയ്തെടുക്കണം. എടുക്കുമ്പം ഈ സെയിം ഇപ്പുറം വന്നേക്കുന്ന ആ സെയിം ലെങ്ത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഈ സെയിം ഹോളിൽ തന്നെ താത്താൻ ശ്രമിക്കണം. അപ്പുറത്തുനിന്നും എടുക്കുമ്പോൾ മറ്റേ കളർ എടുക്കുമ്പം അതുപോലെ തന്നെ ഇതിൽ ചെയ്തവരെ തന്നെ സെയിം സ്ഥലത്ത് തന്നെ താത്താൻ ശ്രമിക്കണം. അടുപ്പിച്ച് കുത്തിയാലാണ് നീറ്റ്നെസ് കിട്ടത്തുള്ളൂ. അപ്പം ഒത്തിരി താത്തി കുത്താൻ പോകരുത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് താത്തിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഗ്യാപ്പ് വരും, അപ്പം നീറ്റാവത്തില്ല. തൊട്ടടുത്തടുത്ത് തന്നെ നമ്മൾ താത്തുക. ഇതിപ്പോൾ നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ചൊക്കെ ഫിഷ് ബോൺ എങ്ങനെയാണ് തയ്ക്കണതെന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ് തയ്ക്കുന്നത്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു സൈഡ് ഫിഷ് ബോൺ ആണെങ്കിൽ നമ്മൾ തയ്ക്കുമ്പം ഒരേ സമയത്ത് തന്നെ തയ്ച്ച് തീർത്ത് പോവുകയാണ്. ഇപ്പോൾ ഈ സൈഡും ആ സൈഡും അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ത്രെഡ് കൊണ്ട് തന്നെയാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ 2 ത്രെഡ് കൊണ്ട് തയ്ക്കുന്ന കാരണം ഒരു സൈഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അപ്പുറത്തെ സൈഡ് ഫില്ല് ചെയ്യണത്. തയ്ക്കുന്ന രീതി ഫിഷ് ബോൺ തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഫിഷ് ബോൺ സ്റ്റിച്ച് അറിയില്ല എത്തവരുണ്ടെങ്കിൽ മേളിൽ കാർഡിലും അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ടാകും. അപ്പോൾ അതിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എളുപ്പത്തിൽ. ട്യൂട്ടോറിയലിൽ ഞാൻ വൃത്തിയായിട്ട് ഫിഷ് ബോൺ സ്റ്റിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ലീഫിൻ്റെ ഈ ഒരു സൈഡ് തയ്ച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡും കൂടെ തയ്ച്ചെടുക്കാം. അപ്പം ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്ന് കുത്തിയെടുക്കേണ്ട ആവശ്യമില്ല.
നേരെ നമുക്ക് എങ്ങോ ആദ്യം ഡാർക്ക് ഗ്രീൻ എവിടെയാണ് കുത്തിയെടുത്തത് കുത്തി താത്തിയത് എന്ന് വെച്ചാൽ അവിടെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ഈ ലൈറ്റ് ഗ്രീനും വെച്ചിട്ട്. നമ്മൾ ഇങ്ങനെ തയ്ക്കുമ്പം ഒത്തിരി നൂലെടുക്കും. അപ്പം അത് നൂല് കുറച്ച് യൂസേജ് കുറയ്ക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ താത്തി, ഈ ഒരു പോർഷനിലാണ് നമ്മൾ താത്തിയത്. ഇനി ഇവിടെ തന്നെ വീണ്ടും നമ്മൾ കുത്തി എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇവിടെയാണ് കുത്തിയെടുക്കാൻ പോവാറ്. അതിന് പകരം അടുത്ത ലൈൻ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ തന്നെ കുത്തിയെടുക്കുക. അവിടെ നമ്മൾ താത്തിയ ആ സ്ഥലത്ത് തന്നെ കുത്തിയെടുക്കുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് പോവുക. അങ്ങനെ തയ്ച്ചാൽ കുറച്ച് നൂലിൻ്റെ അടിയിൽ കൂടെ വലിയുന്ന നൂലിൻ്റെ കുറച്ച് എമൗണ്ട് ഡിസ്റ്റൻസ് കുറയുവാണല്ലോ നമ്മൾ എടുക്കുമ്പോൾ. അപ്പം നൂലിൻ്റെ കുറച്ച് എമൗണ്ട് കുറയും, യൂസ് ചെയ്യുന്ന എമൗണ്ട് കുറയും. നമുക്ക് കുറച്ചും കൂടെ ലാഭിക്കാം വേണമെങ്കിൽ. അങ്ങനെയും ചെയ്യാം തയ്ക്കാൻ നേരത്ത്. അല്ലെങ്കിൽ ഇതൊക്കെ 6 strands വെച്ചിട്ട് ഫുൾ ബെഡ്ഷീറ്റ് തയ്ച്ച് കഴിയുമ്പോഴേ നമുക്ക് ഒത്തിരി നൂലിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ലീഫ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ട് 2 കളർ ത്രെഡ് യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഈ ലീഫ് ഫില്ല് ചെയ്തു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ലീഫും ഫില്ല് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ തയ്ക്കുന്നില്ല, അപ്പം പറയൂ ചെയ്തേ. അതുപോലെയാണ് ഫുൾ ബെഡ്ഷീറ്റും തയ്ച്ചിരിക്കുന്നത്. വലിയ ലീവ്സും കുഞ്ഞു ലീവ്സും ആയിട്ടുള്ള ഡിസൈനാണ്. നടുക്കത്തെ എപ്പോഴും സ്റ്റെം സ്റ്റിച്ചും ബാക്കി അപ്പുറം ഇപ്പുറയും വരുന്ന ലീവ്സ് എല്ലാം ഫിഷ് ബോൺ സ്റ്റിച്ചുമാണ് തയ്ച്ചിരിക്കുന്നത്. ഫിഷ് ബോൺ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ 2 കളർ എടുക്കുമ്പോൾ നോക്കേണ്ടത്, ഇപ്പോൾ ഒരു കളറ്, ഇപ്പോൾ ഇവിടെ ഡാർക്കാണ്, ഇവിടെ ലൈറ്റ് വന്നു, പിന്നെ ഡാർക്ക് വന്നു. ഇവിടെ വരുമ്പോൾ ഈ ഒരു ലൈറ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഡാർക്ക് കൊടുത്തിട്ട് ഇവിടെ ലൈറ്റ് കൊടുക്കുക. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയിലിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പിന്നെ ആദ്യം പറഞ്ഞ തന്നെ ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഡിസൈൻ ഞാൻ സൂം ചെയ്തിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാം ഡിസൈൻ വേണമെങ്കിൽ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.